തന്നെ പറയാം. നമ്മൾ ആന്തൂർ സാജൻ്റെയൊക്കെ കഥ കേട്ടിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ എല്ലാം ബിൽഡിംഗ് എല്ലാം കിട്ടിയതിന് ശേഷം മുനിസിപ്പാലിറ്റി പെർമിഷൻ കൊടുക്കാതെ പിന്നീട് ആത്മഹത്യ ചെയ്ത മനുഷ്യൻ. അതായത് നിങ്ങൾ നാട്ടിലൊരു പണക്കാരൻ, ഇയാൾ പണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് പിരിവ് ചോദിച്ചപ്പോൾ സമയത്ത് തന്നില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച പൈസ കൊടുത്തില്ല. ഇന്നും കൊല്ലത്ത് ഒരു വലിയ ടെക്സ്റ്റൈൽസിന് ഇതേ പ്രശ്നം കൊല്ലത്തുണ്ടായത് ഈ റീസൻ്റായിട്ട് എനിക്കറിയാം. അവർ 50,000 രൂപ പിരിവ് ചോദിച്ചപ്പം വലിയൊരു സ്ഥാപനമാണ്, വിക്രമൊക്കെ വന്ന് ഇനാഗുറേറ്റ് ചെയ്തൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് 50,000 രൂപ പാർട്ടി പിരിവ് ചോദിച്ചപ്പം അവർ ഇത്രയും പൈസ പെട്ടെന്ന്, അത് പാർട്ടിയല്ല ചോദിച്ചത്, പാർട്ടിയിലൊരു ഒരുത്തൻ പോയി ചോദിച്ചതാണ്. അവൻ അതിന് ഈ സ്ഥാപനത്തിന് പിന്നാലെ നടന്ന് ഉപദ്രവിക്കുക. എന്നിട്ട് അവൻ പറയുന്നത് എന്തോന്നറിയോ, ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് പ്രശ്നമുണ്ട്, ഈ സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമേഴ്സിന് പ്രശ്നമുണ്ട്. കേൾക്കുന്നവരായിരിക്കും തൊഴിലാളികളിൽ 4 തൊഴിലാളികളുടെ പ്രശ്നം പറഞ്ഞ ആ മഹാനായ മനുഷ്യൻ്റെ മാനവീയതയെക്കുറിച്ചിട്ട് ഈ ഒരു മാനവീയതയും വേണ്ടക്കയല്ല. ഇവൻ 50,000 കൊടുക്കാത്തതിൻ്റെ കലിയാണ് ഇവൻ ഇപ്പുറത്ത് തീർത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവനെടുത്തിരുന്ന വിഷയം എന്താ, തൊഴിലാളികളെ അവിടെ ഇത്ര സമയം നിർത്തി പണിയെടുപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവൻ വരുന്നത്.